നിങ്ങളുടെ നടുവിലിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. பாஸ்டர் என்னுடைய நல்ல நண்பர், அவங்க எனக்காக ஜெபிக்கிற ஒரு நல்ல சகோதரர். பாஸ்டர் என்னை സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സഹോദരനാണ്. திருவனந்தபுரம் வரும்பொழுது இங்கே கர்த்தர் எங்களை ஆராதிக்க கொண்டதுக்காக நன்றி செலுத்துகிறேன். തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എനിക്കിവിടെ ആരാധിക്കാൻ ദൈവം അവസരം തരുന്നതിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാം இன்னும் ஆண்டவருடைய அன்புல வளரணும். നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരണം. அது இந்த கடைசி காலத்துல உள்ள ஒரு ரொம்ப முக்கியமான ஒரு காரியம். അത് ഈ അവസാന സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ரோமர் 5:5 சொல்லப்பட்டிருக்கிறது, தேவ அன்பு பரிசுத்த ஆவியினால் நம்ம இதயத்தில் ஊற்றப்பட்டிருக்கிறது. റോമർ 5:5 പറയുന്നു, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ഊറ്റി തന്നിരിക്കുന്നു. അവരുടെ അൻപ് നമ്മളെ വെക്കപ്പെടുത്താതെ, കർത്താവിന്റെ സ്നേഹം നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല. അവരുടെ അൻപ് ഊറ്റപ്പെട്ടിരിക്കുന്നതിനാൽ അവർ നമ്മൾ இன்னும் அதிகமாக நேசிக்கும். കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ ഊറ്റി തന്നതുകൊണ്ട് ഇനിയും അധികമായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിലെ അൻപ് വളരണം, സഭ വളരണം, സഭ വളരണം, സഭയിൽ ദൈവസ്നേഹം വളരണം. സഭയെ എടുത്തുകൊള്ളപ്പെടാൻ പോകുന്ന കടൈസി നാട്ടില്, ഈ അവസാന നാളുകളിൽ സഭ എടുത്തുകൊള്ളാൻ പോകുന്നു. എല്ലാം ഒരു മുഴുകിற ഒരു മണൽ പോലെ இருக்கிறது. എല്ലാ കാര്യങ്ങളും നമ്മുടെ വേലകൾ, പണങ്ങൾ എല്ലാം മുങ്ങി പോകും. എല്ലാം നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ പണവും എല്ലാ നന്മകളും നശിച്ചു പോകും. எல்லாம் நீங்க செல்போன்ல மீடியா பார்க்கும்போது பயம், வேதனைகளை தான் செய்தி அறிவிக்கிறாங்க. ഫോണിൽ കാണുന്ന എല്ലാ വീഡിയോസും കാണുമ്പോൾ നമുക്ക് പേടിയാണ് ഉണ്ടാകുന്നത്. நல்ல செய்தி இல்ல, നല്ല മെസ്സേജ് ഒന്നും അതിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. വചനത്തെ വിശ്വസിക്കുന്നവர்கள் അവർ അൻപ് കൂറ வேண்டும். വചനത്തെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫേസ്യർ 5-ാം അധ്യായം മുതൽ 2 വചനത്തിലെ പൗൽ சொல்றார், கண்பிலே நடந்து கொள்ளுங்கள். எபேசியர் 5:1. എഫേസ്യർ 5:2 പറയുന്നു, കണ്പിലെ നടന്നു കൊള്ളുക. എഫേസ്യർ 5:1 പറയുന്നു, സ്നേഹത്തിൽ നടക്കണം. സഭയെ, കർത്താവിന്റെ മണവാട്ടിയെ, കർത്താവിന്റെ മണവാട്ടിയെ സ്നേഹത്തിൽ നടക്കണം. അത് ദിനംതോറും കുടുംബത്തിലും ഉറവുകളിലും അൻപിൽ നടക്കണം. ദിവസം തോറും സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. എല്ലാരെയും മன்னிക്കണം, എല്ലാവരോടും ക്ഷമിക്കണം. വേലസ്ഥലത്തിലെ ഉറവുകളിലെ കുടുംബങ്ങളിലെ ഏതാത് കസപ്പുകൾ കൂടാതെ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഒന്നും കയ്പുണ്ടായിരിക്കരുത്. അത് പിശാച് പോടുന്ന തടക്കൽ നമ്മുടെ வாழ்க்கைയിൽ, അത് പിശാച് വെക്കുന്ന ഒരു തടസ്സമാണ്. അൻപ് എല്ലാരെയും മன்னிക്കും. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു. യേശു എല്ലാരെയും മன்னித்த കൽവാരി സിലുവയിൽ, യേശു കാൽവരി കുരിശിലെ എല്ലാവരോടും ക്ഷമിച്ചു. ആമേൻ. ആമേൻ. യേശു മன்னிച്ചാരാ? യേശു ക്ഷമിച്ചോ ഇല്ലയോ? അവർ എല്ലാരെയും பார்க்காம പിതാവ് பார்த்தார். കർത്താവ് എല്ലാത്തിനേക്കാളും ദൈവത്തെയാണ് നോക്കിയത്. അവർ പിതാവിന്റെ സിദ്ധം മറ്റുള്ളവരുടെ മன்னிப்பது. പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതാണ്. എന്ത് ഒരു ഭാരങ്ങളും നമുക്ക് വേണ്ട, ഒരു ഭാരവും നമുക്ക് വേണ്ട. എബ്രായർ 12:1 சொல்லுது, உதறி ஒழுக பாவங்களை நெருங்கிய பாவத்தை உதறி தள்ளிவிட்டு. എബ്രായർ 12:1 പറയുന്നു, പാപത്തെ വിട്ട് ഓടിപ്പോകുവിൻ. അത് തള്ളിവിട്ട് യേശുവിനെ നോക്കി പാർക്കണം, എന്നിട്ട് യേശുവിനെ നോക്കണം. അൻപിൽ വളരുന്ന കടൈസി കാലത്തിലെ മുഖ്യമായ നോക്കം സ്നേഹത്തിൽ വളരണം എന്നുള്ളതാണ് ഈ അവസാന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം. സഭയിലെ കർത്തരുടെ അൻപ് ഊറ്റപ്പെട്ടിരിക്കുന്നത്, ദൈവസഭയിൽ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ തന്നിരിക്കുന്നു. ഇത് ഉലകത്തുക്കുரியതല്ല, ഇത് ഈ സഭ പരലോകത്തുക്കുரியത്. ഈ സഭ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റേതല്ല. സഭ എന്ന് പറയുന്നത് സ്വർഗ്ഗരാജ്യത്തിന്റേതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭ കർത്തരുടെ തിട്ടമാണ്. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അവരുടെ നോക്കം, അവരുടെ തിട്ടം இந்த സഭയിലെ ഉണ്ട്. കർത്താവിന്റെ ഉദ്ദേശം ഈ സഭയിൽ ഉണ്ട്. இங்கே வருகிறவர்கள் அன்பிலே வளர்ந்து பரலோகம் எடுத்துக்கொள்ளப்படும். സ്നേഹത്തിൽ വളർന്ന സ്വർഗ്ഗത്തിൽ എടുക്കണം. பரலோகத்திலே கசப்பில்லை, மன்னியாத குற்றமில்லை. സ്വർഗ്ഗത്തിൽ
ഇല്ല, ക്ഷമിക്കാത്ത അനുഭവമില്ല. പരലോകത്തിൽ നോയില്ല, സ്വർഗത്തിൽ അല്ലെ രോഗങ്ങളില്ല, പരലോകത്തിൽ പകയുമില്ല, സ്വർലോകത്തിൽ പകയൊന്നുമില്ല, പരലോകത്തിലെ പിശാചില്ല, സ്വർഗത്തിൽ പിശാചില്ല. പരലോകത്തിനുடைய தூதரகம்னா இது எம்பசி. ഹല്ലേലൂയ. എதுக்கு സഭയ്ക്ക് കൈകൾ വെച്ചിരിക്കുന്നത്? എന്താണ് സഭയ്ക്ക് ഇങ്ങനെ വച്ചിരിക്കുന്നത്? ഇത് പരലോകത്തിനുடைய தூதரகம், embassy of Christ from heaven. ഇത് പരലോക தூதரகம், പരലോകത്തിന്റെ ഇടമാണത്. ഒരു നാട്ടിൽ நீங்க போகணும்னா அந்த நாட்டுல விசா வாங்க வேண்டும். ഒരു ദേശത്ത് നമ്മൾ പോകണമെങ്കിൽ എന്താണ് വിസ വേണം. இப்ப அமெரிக்காவுக்கு நீங்க போனா அமெரிக்க தூதரகத்துக்கு போய் சென்னையில போய் விசா வாங்க வேண்டும். അമേരിക്കയിൽ പോകണമെങ്കിൽ ചെന്നൈ പോയിട്ട് അവിടുത്തെ എംബസിന്ന് വിസ എടുക്കണം. அந்த அமெரிக்க தூதரகர் பார்த்து இவர் அமெரிக்காவுக்கு போகலாம், இவர் மேல எந்த குற்றமும் இல்லை அப்படி சொல்வார். അവിടുത്തെ അംബാസിഡറൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് ഇവരുടെ മേൽ ഒരു കുറ്റവും ഇല്ലെന്ന് കൺഫേം ചെയ്യണം. സഭയിലെ കർത്തരുടെ സിദ്ധം ഉണ്ട്. നമ്മുടെ സഭയിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇங்கே தேவனுடைய அன்பு ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. தேவனுடைய திட்டங்கள் ഉണ്ട്. കർത്താവിന്റെ അതിൽ ഉദ്ദേശമുണ്ട്. இங்கே அவருடைய நோக்கங்கள் ഉണ്ട്. കർത്താവിന്റെ ഉദ്ദേശം ഇവിടെയുണ്ട്. பரிசுத்த ஆவி பெற்று இரத்தத்தினால் கழுவப்பட்ட பிள்ளைகள், യേശുവിന്റെ രക്തം കൊണ്ട് അതിൽ കഴുകിയ മക്കൾ அங்க வரலாம் போலாம், അവിടെ പോവാം. സ്വർഗ്ഗത്തിൽ சபையில காணப்படணும். சபையில அன்பு பெருக வேண்டும். സഭയിൽ സ്നേഹം വേണം. உலகம் வேண்டாம், உலகம் வெளியில, ലോകം വേണ്ട, ലോകം പുറത്ത്. இந்த இடத்துல தேவ அன்பு ஊற்றப்பட்டிருக்கிறது. இங்கே சரீரத்தில் അതിൽ നമ്മുടെ മേലാണ് അല്ലെങ്കിൽ ദൈവ സ്നേഹം നിറച്ചിരിക്കുന്നത്. இந்த அன்புலே சபை கூடி வந்து அவரை மகிமைப்படுத்த வேண்டும். ഈ സ്നേഹത്തിൽ സഭയിൽ വന്നിട്ട് കർത്താവിനെ നമ്മൾ മഹിമപ്പെടുത്തണം. ഹല്ലേലൂയ. ரோமர் 8:16 ஒரு வசனம் சாட்சி கொடுக்கிறது. ரோமர் 8:16 വചനം ഇങ്ങനെ പറയുന്നു, பரிசுத்த ஆவியானவர் நம்முடைய ஆவியுடனே சாட்சி கொடுக்கிறார், நாம் தேவனுடைய பிள்ளைகள் என்று. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. ஆமென், ஆமென், ആമേൻ. தேவனுடைய அந்த ஆவியானவர் நம்ம ஆவியோடு சாட்சி கொடுக்கிறார், நாம் தேவனுடைய பிள்ளைகள் என்று. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് അതിന് സാക്ഷ്യം പറയുകയാണ്, നമ്മൾ ദൈവ മക്കളെന്ന്. தேவனுடைய பிள்ளைகள் என்ன செய்ய வேண்டும்? കർത്താവിന്റെ മക്കൾ എന്ത് ചെയ്യണം? அன்பு கூற வேண்டும். ദൈവ സ്നേഹത്താൽ നിറയണം. சகோதர ஸ்நேகத்தில் அன்பு கூற வேண்டும். സഹോദരങ്ങളെ സ്നേഹിക്കണം. மற்றவர்களை மன்னிக்க வேண்டும். മറ്റൊരുവരോട് ക്ഷമിക്കണം. புருஷனை மன்னிக்கணும். வீட்டுக்காரர் പുരുഷനെ வீட்டுக்காரர் ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിനോട് ക്ഷമിക്കണം. மனைவியை மன்னிக்க வேண்டும். ഭാര്യയോട് ക്ഷമിക്കണം. அன்புல வளர்ற பிள்ளைகள் தான் தேவனுடைய பிள்ளைகள். സ്നേഹത്തിൽ വളരുന്നതാണ് ദൈവമക്കൾ. ஹல்லேலூயா. ഹല്ലേലൂയ. சபை கர்த்தருடைய பிள்ளைகளுடைய கூட்டம். സഭ കർത്താവിന്റെ മക്കളുടെ ഒരു കൂട്ടം. இது ஆயத்தப்படுத்திக் கொண்டே இருக்கிற ஆவியானவர். പരിശുദ്ധാത്മാവ് ഇതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സഭയെ. நீங்க அன்புல ஆயத்தப்பட வேண்டும், ஆவியில ஆயத்தப்பட வேண்டும். നമ്മുടെ സഭയെ റെഡിയാകേണ്ടത് ദൈവ സ്നേഹത്തിലും പരിശുദ്ധാത്മാവിലുമാണ്. ஹல்லேலூயா. பரலோகத்தில் பயங்கர சத்தம் உண்டாயிருக்கும். സ്വർലോകത്തിൽ ഭയങ്കരമായ ശബ്ദം ഉണ്ടാകും. துதி சத்தம், ஆராதனை சத்தம், സ്തുതിയുടെയും ആരാധനയുടെയും ശബ്ദം. ஹல்லேலூயா. கர்த்தருடைய பிள்ளைகள் ஆவியில நிறைஞ்சு கர்த்தரிடத்தில் அன்பு கூற வேண்டும். കർത്താവിന്റെ മക്കൾ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനോട് സ്നേഹം ഉണ്ടാകണം. உங்களுடைய கவலைகள் பிரச்சனைகள் ஒன்றும் இல்லை. നമ്മുടെ വേദനകളും പ്രശ്നങ്ങളൊന്നും ഒന്നുമേയില്ല. வரப்போற மகிமையை பார்க்கிலும் இக்காலத்து பாடுகள் ஒன்றுமில்லை. വരാൻ പോകുന്ന അല്ലെങ്കിൽ മഹത്വത്തെക്കാൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ ഒന്നുമേയില്ല. ஹல்லேலூயா. உங்கள் பாடுகளை குறித்து பேச வேண்டாம். നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയേ വേണ്ട. பிசாசை எதிர்த்து நில்லுங்க, இயேசுவின் நாமத்தினால். യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ ശക്തിയെ എതിർത്ത് നിൽക്കണം. சாத்தானே, நான் கர்த்தருடைய பிள்ளை, நான் அன்பு கூறுவேன். சாத்தானே, நான் கர்த்தருடைய பிள்ளை என்று அவன்கிட்ட சொல்லுங்க. സാത്താനെ ഞാൻ കർത്താവിന്റെ മകളെന്ന് പറയണം. உங்களுடைய எல்லா கஷ்டங்களும் ஒன்றுமில்லை. നമ്മുടെ എല്ലാ കഷ്ടങ്ങളും ഒന്നുമേ അല്ല. ஆனா வரப்போற மகிமைக்கு ஒப்பானது ஒரு பெரிய மகிமைக்குள்ள நம்மளை சேர்க்க போகுது. വരാൻ പോകുന്ന ഒരു മഹത്വം എന്ന് പറയുന്നത് വലിയൊരു മഹത്വമാണ്. അതിനുള്ളിലേക്ക്
போடக்கூடாது. சபை ரெடியாகி போடுதா? சபையில் ஒரிக்கலும் லீவு போடணும். அதில் லீவு உண்டாக்குறது. சபையை போக்கு சொல்ல வேண்டாம். வரத பாஸ்டர் நான் அங்க போறேன், கல்யாணத்துக்கு போறேன், சாவுக்கு போறேன்னு சொல்ல வேண்டாம். സഭയിൽ വന്നിട്ട് ഞാൻ കല്യാണത്തിന് പോകണോ അല്ലെങ്കിൽ മരണത്തിന് പോകണോ എന്ന് പറഞ്ഞ് ലീവ് ഉണ്ടാക്കരുത്. സഭയില് ഉங்களும் முதலாவது தேவ ராஜ்ய நீதியை தேடுற சபையில கர்த்தருடைய பிள்ளைகள் முதல்ல நிக்கணும். അതിൽ ആദ്യം കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. സഭയിലാണ് ആദ്യമായിട്ട് ദൈവമക്കൾ വരേണ്ടത്. சபையில காணப்படுகிறவர்கள் ஆவியில கர்த்தருடைய அன்பு கூறுகிற பிள்ளைகள் மட்டும் பரலோகத்துல காணப்படுவார்கள். സഭയിൽ കാണുന്നവരും അതുപോലെ പരിശുദ്ധാത്മയിലും സ്നേഹത്തിലും നിറയുന്നവരാണ് സ്വർഗ്ഗത്തിൽ കാണുന്നത്. നോവാവുடைய പേള വെതந்தது போல சபை எடுத்துக்கொள்ளப்பட போகுது. നോവയുടെ പെട്ടകം എടുത്തതുപോലെ സഭയിൽ ദൈവം എടുക്കും. സഭയിൽ ദൈവം എടുക്കും. സഭയിൽ എടുക്കും. நேரம் வந்துருச்சு. ആ സമയമായി. இந்த நேரத்துல உங்களுக்கு பாடுகளை குறித்து பேச வேண்டாம். ഈ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവലാതിപ്പെടണ്ട. உங்களுடைய தேவன் உங்களை எடுத்துக்கொள்வார். നമ്മുടെ ദൈവം നമ്മളെ എടുത്തുകൊള്ളും. அவர் ஒரு நாள் கைவிட மாட்டார். കർത്താവ് ഒരു നാൾ നമ്മളെ കൈവിടില്ല. தேவன் தம்முடைய மக்களை சபையில கூட்டி சேர்த்து கொண்டே இருக்கிறார். കർത്താവ് അല്ലെങ്കിൽ കർത്താവിന്റെ മക്കളെയാണ് സഭയിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ദൈവ മക്കളെയാണ് കർത്താവ് സഭയിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ஹalleluya. ഹല്ലേലൂയ. கர்த்தர் உங்களை ஆசீர்வதிப்பார். எல்லாரும் அன்புல வளருங்க. കർത്താവ്